അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 വഹി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തേത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തൊരു സംഭവമുണ്ട്, ഇങ്ങനെ ചില ആളുകൾ പുറപ്പെടുമെന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, യൂഷിക്കു അഹദുക്കും അൻ യുകദ്ദിബനി, ഒരാൾ എന്നെ കളവാക്കുമെന്നുള്ളത് ഞാൻ ഭയപ്പെടുകയാണ്. വഹുവ മുത്തക്കിഉൻ അല അരീകതിഹി, അവൻ്റെ ചാരു കസേരയിൽ ഇങ്ങനെ ചാരി ഇരുന്നു കൊണ്ട് എൻ്റെ ഹദീസുകളെ തള്ളിക്കളയുന്ന, കളവാക്കി കളയുന്ന ആളുകൾ വരുമെന്നുള്ളത് ഞാൻ ഭയപ്പെടുന്നുണ്ട്. യുഹദ്ദിസു ബി ഹദീസി, അവൻ എൻ്റെ ഹദീസിനെ കുറിച്ച് പറയും. ഫയഖൂലു, എന്നിട്ട് അവൻ അതിനെ പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ്, ബൈനനാ വബൈനക്കും കിതാബുല്ലാഹ്, നമുക്കിടയിൽ അള്ളാഹുവിൻ്റെ കിതാബാണുള്ളത്. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹ്ലൽനാഹു, അള്ളാഹുവിൻ്റെ കിതാബിൽ എന്താണോ ഹലാലായിട്ട് കാണുന്നത് അത് ഞങ്ങൾ ഹലാലായിട്ട് കാണും. വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറംനാഹു, അള്ളാഹുവിൻ്റെ കിതാബിൽ എന്താണോ നിഷിദ്ധമായി കാണുന്നത് അത് നമ്മൾ നിഷിദ്ധമായി കാണും. കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഒരാൾ വരിക ഖുറാനിനോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണ് എന്ന് ചിലപ്പോൾ നമ്മൾ തോന്നിപ്പോവും, ഇവരാണ് യഥാർത്ഥത്തിലുള്ള ഖുറാനിൻ്റെ ആളുകൾ എന്ന് തോന്നിപ്പോവും. ഖുറാനിൽ എന്താണോ ഹലാൽ അതാണ് ഞങ്ങളുടെ അടുക്കൽ ഹലാൽ, ഖുറാനിൽ എന്താണോ ഹറാം അതാണ് നമ്മുടെ അടുക്കൽ ഹറാം എന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അല, നിങ്ങൾ മനസ്സിലാക്കണം, വ ഇന്നമാ ഹറമ റസൂലുള്ളാഹ് മിസ്ലു മാ ഹറമല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ നിഷിദ്ധമാക്കിയത് അത് അള്ളാഹു നിഷിദ്ധമാക്കിയത് തന്നെയാണ് എന്നാണ്. അല്ല, ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഹദീസിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഹദീസിൽ ഇങ്ങനെ ഒരു വിലക്ക് വന്നിട്ടുണ്ടെന്ന് പറയാം. ഹദീസിലല്ലേ, ഹദീസ് ഖുറാന്റെ ആയത്തും അല്ല ഉണ്ടോ എന്നാണ്. അപ്പൊ ഹദീസിൽ വന്നത് ഇവനത് തൃപ്തിയായിട്ടില്ല. ഹദീസിൽ വന്നപ്പോൾ ഏതോ ഒരു മനുഷ്യന്റെ വാക്ക് പോലെയാണ് ഇവൻ മനസ്സിലാക്കുന്നത്. ബുഖാരിയിലല്ല, ബുഖാരി പറഞ്ഞതുപോലെയാണ് ഇവന്റെ സംസാരം. ബുഖാരി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവന്റെ സംസാരം. ഇമാം ബുഖാരി റഹിമഹുല്ലാ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണ്ണി മുറിയാത്ത രൂപത്തിൽ വിശ്വസ്തരിൽ നിന്നും പരമ്പരയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേട്ടു എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ഈ ആളുകൾക്ക് ഈ രൂപത്തിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി താക്കീത് ചെയ്യണം. ഇങ്ങനെ ചില ആളുകൾ വരും, നമ്മളത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില ആളുകൾ വന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എടുത്തിട്ട് ഇത് ഖുർആനിനെതിരാണ്, അതുകൊണ്ട് ഈ ഹദീസിനെ തള്ളിക്കളയേണ്ടതുണ്ട്, ഈ ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കുകയില്ല, അതല്ലെങ്കിൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് യോജിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഖുർആൻ ശാസ്ത്രീയ ഗവേഷണത്തിനെതിരാവുകയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇസ്ലാമിനോടുള്ള വലിയ ചെറുത്തുനിൽപ്പും പ്രതിരോധമൊക്കെയാണ് തീർക്കുന്നത് എന്നാണ്. എന്നാൽ വിവരമില്ലാത്ത ഈ ആളുകൾ അത്തരത്തിൽ ഖുർആനിനെ പ്രതിരോധിക്കുക, ഇസ്ലാമിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളെ തള്ളിക്കളയുന്നത് കാണാൻ സാധിക്കും. ഇതൊന്നും ഹദീസുകളില്ല എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും.